നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാരവനിതയെ അറിയാമോ? ഞാൻ വലുതായി കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷുകാരനെയെങ്കിലും കൊന്നിരിക്കും ഉറപ്പ് എന്ന് ആ പെൺകുട്ടി രാജ്യസ്നേഹത്താൽ അടിയുറച്ച് പറഞ്ഞത് കേട്ട ഗാന്ധിജി പോലും ഒന്നും മിണ്ടിയില്ല. അതായിരുന്നു സരസ്വതി രാജാമണി. നമ്മൾ മറന്ന പലരുമുണ്ട്, പല ആളുകളും. അതിൽ ഒരാളാണ് സരസ്വതി രാജാമണി, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാരവനിത. അവളുടെ ജീവിതകഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം: ഇങ്ങനെ ചരിത്രം മറന്ന രാജ്യത്തിന് വേണ്ടി പൊരുതിയവരെ അറിയുമെങ്കിൽ കമന്റ് ചെയ്യൂ. എത്ര പേരങ്ങനെ രാജ്യത്തിന്റെ നായകന്മാരെ ഓർത്തിരിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സരസ്വതിയുടെ ജനനം ബർമയിലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു കുടുംബത്തിലാണ് അവളുടെ ജനനം. ബ്രിട്ടീഷുകാരിൽ നിന്നും രക്ഷപ്പെട്ട് ട്രിച്ചിയിൽ നിന്നും ബർമയിലേക്ക് ചേക്കേറിയ ഒരു കുടുംബം, വളരെ ഉയർന്ന സാമ്പത്തികമുള്ള ഒരു കുടുംബം. സാമ്പത്തികമായി അവർ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചിരുന്നു. വീട്ടിൽ സരസ്വതിക്ക് ഒരു വിലക്കും ഉണ്ടായിരുന്നില്ല. സർവ്വവിധ സ്വാതന്ത്ര്യം അവൾ അനുഭവിച്ചിരുന്നു. 10ാം വയസ്സിൽ അവൾ തോക്കുപയോഗിക്കുന്നതിൽ മിടുക്കിയായി. ആ ഇടയ്ക്കാണ് ഗാന്ധിജി അവരുടെ വീട് സന്ദർശിച്ചത്. ആളുകളെ പരിചയപ്പെടുത്തുന്നതിനിടയിൽ തോട്ടത്തിൽ തോക്കുപയോഗിക്കുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ടു. കേവലം 10 വയസ്സ് മാത്രം പ്രായം. ഗാന്ധിജി അവളെ അടുത്തു വിളിച്ചു. "നീ എന്തിനാണ് തോക്കുപയോഗിക്കുന്നത്?" അവൾ മറുപടി പറഞ്ഞു, "ബ്രിട്ടീഷുകാരെ കൊല്ലാൻ." ഗാന്ധിജി ഒന്ന് പുഞ്ചിരിച്ചു. "കുട്ടി, നമ്മുടെ മാർഗം അഹിംസയാണ്, അക്രമമല്ല. അതുകൊണ്ട് നീ തോക്ക് ഉപേക്ഷിക്കണം." അവൾ മറുപടി പറഞ്ഞു, "നമ്മളുടെ വീട് കൊള്ളയടിക്കാൻ വരുന്നവരെ നമ്മൾ വെടിവെക്കും, അല്ലേ? ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കുന്നവരാണ്. ഞാൻ വലുതായി കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷുകാരനെയെങ്കിലും കൊന്നിരിക്കും ഉറപ്പ്." ഈ ആത്മവിശ്വാസത്തിന് മുന്നിൽ ഗാന്ധിജി പോലും ഒന്നും മിണ്ടിയില്ല. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു നടന്നു. അവൾ വളരുന്നതിനോടൊപ്പം തന്നെ അവളുടെ ദേശസ്നേഹവും വളർന്നു വന്നു. പക്ഷേ അവൾ അഹിംസയിൽ വിശ്വസിച്ചില്ല. പതിയെ അവൾ ഇന്ത്യൻ നാഷണൽ ആർമിയെക്കുറിച്ചും സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും അറിയാൻ തുടങ്ങി. അവൾ അദ്ദേഹത്തോടൊപ്പം ചേരാൻ തന്നെ തീരുമാനിച്ചു. അവൾക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ബോസ് രംഗൂൺ സന്ദർശിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് പണം സമാഹരിക്കാൻ വേണ്ടി ബോസിന്റെ പ്രസംഗം അവളിലെ രാജ്യസ്നേഹത്തിന് തിളക്കം കൂട്ടി. ആ ഫണ്ടിലേക്ക് അവൾ തന്റെ സ്വർണവും മറ്റും നൽകി. ഇതറിഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് അവളുടെ മാതാപിതാക്കളെ കാണാനായി വന്നു. അവൾ തന്ന സ്വർണവും മറ്റും തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അദ്ദേഹം അവളുടെ അച്ഛനോട് സംസാരിച്ചു. "നിങ്ങളുടെ മകൾ അവളുടെ സ്വർണം മുഴുവൻ ഞങ്ങൾക്ക് തന്നു. അത് അവളുടെ പ്രായത്തിന്റെയും അറിവില്ലായ്മയുടെയും കാരണമാണ്. ഇത് തിരിച്ചു സ്വീകരിക്കണം." അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. മറുപടി പറഞ്ഞത് രാജാമണിയാണ്. "ഇതൊന്നും അദ്ദേഹത്തിന്റെ അല്ല. ഞാനിത് പൂർണ്ണ മനസ്സോടെ തന്നതാണ്. തിരിച്ചെനിക്ക് വേണ്ട." ബോസ് മറുപടിയും പറഞ്ഞു. "ലക്ഷ്മി അഥവാ പണം, അത് വരും പോകും. പക്ഷേ സരസ്വതി അഥവാ അറിവ്, അത് എന്നും നിലനിൽക്കും. ഇനി മുതൽ നീ സരസ്വതി രാജാമണി എന്ന് അറിയപ്പെടും." അങ്ങനെ അവൾ 16ാം വയസ്സിൽ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്നു. കൂടെ 4 കൂട്ടുകാരികളും, അതും ചാര സംഘടനയിലേക്ക്. ബ്രിട്ടീഷ് ഓഫീസർ ക്യാമ്പുകളിലും അവരുടെ വീടുകളിലുമായിരുന്നു ജോലി, അതും ആൺവേഷത്തിൽ, മണി എന്ന പേരിൽ. അങ്ങനെ 2 വർഷം അവൾ ചാരപ്രവൃത്തി തുടർന്നു. പല രഹസ്യങ്ങളും അവൾ ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് കൈമാറി. എന്നാൽ ഒരിക്കൽ അവളുടെ കൂട്ടുകാരിയെ അവർ കൈയോടെ പിടിച്ചു. അവളെ ഒരു രാത്രി വീട്ടിൽ പൂട്ടിയിട്ടു. അന്ന് രാത്രി രാജാമണി ഓഫീസർമാരുടെ കണ്ണു വെട്ടിച്ച് അവളെ രക്ഷപ്പെടുത്തി. കാട്ടിലൂടെ അവളെയും കൊണ്ടോടി. പുറകെ പട്ടാളക്കാരും. അവർ രാജാമണിക്ക് നേരെ നിറയൊഴിച്ചു. കൊണ്ടത് കാലിലാണ്. ആ കാലും വെച്ച് കൂട്ടുകാരിയെയും കൊണ്ട് ഒരു മരത്തിന് മുകളിൽ വലിഞ്ഞു കയറി ഇരിപ്പുറപ്പിച്ചു. 3 ദിവസം. അവിടെ നിന്നും രക്ഷപ്പെട്ട് അവർ ക്യാമ്പിലേക്ക് തിരിച്ചെത്തി. അവളുടെ ഈ ധീരതയ്ക്ക് അവൾക്ക് ലഫ്റ്റനന്റ് ഇൻ INS റാണി ഓഫ് ഝാൻസി ബ്രിഗേഡ് എന്ന പദവിയും നൽകി. അങ്ങനെ യുദ്ധം അവസാനിച്ചു. ഇന്ത്യൻ നാഷണൽ ആർമി പിരിച്ചുവിടുകയും ചെയ്തു. എല്ലാ സ്വത്തുക്കളും സ്വാതന്ത്ര്യം നേടുന്നതിനായി രാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുത്ത അവൾ ഒന്നുമില്ലാത്തവളായി മാറി. ചെന്നൈയിലെ ഒരു ഒറ്റമുറി വീട്ടിലായി താമസം. തന്റെ ഓർമ്മകളും പടങ്ങളും മറ്റും കൂട്ടിനുകൂട്ടി വയസ്സായ കാലത്തും അവർ വെറുതെ ഇരുന്നില്ല. കടകളിലും മറ്റും പോയി പഴയ തുണികൾ വാങ്ങി ഉടുപ്പുകൾ ഉണ്ടാക്കി അവൾ പാവങ്ങൾക്ക് കൊടുക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അവർക്ക് ഒരു വീടും കൂടെ 5 ലക്ഷം രൂപയും നൽകുകയുണ്ടായി. ജീവിതകാലം മുഴുവൻ രാഷ്ട്രത്തിനു വേണ്ടി അവൾ മാറ്റിവെച്ചു എന്ന് തന്നെ പറയാം. 2018 ജനുവരി 13 ആ മഹത് വനിത ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാരവനിതയുടെ കഥ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.